ഉമ്മാക്ക് ഉമ്മാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാൻ കഴിയില്ലല്ലോ. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ, വാപ്പയാവാൻ കഴിയില്ല. വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മാവാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത്. ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചത്. ഒരാൾക്ക് ഒരേ സമയം മാതാവും പിതാവുമാവാൻ കഴിയുമെങ്കിൽ അത് പുണ്യനബിക്ക് മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബ് ശിഫയുടെ മുഖദ്ദിമയിൽ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി എനിക്ക് കുട്ടിയെ തരണേ എന്ന് നിയ്യത്ത് ചെയ്തിട്ടല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ലെന്നാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മളെല്ലാവരും കല്യാണം കഴിച്ചു. കല്യാണം നിക്കാവും തൊലാക്കും തമാശക്ക് പറഞ്ഞാൽ ശരിയാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും നിക്കാവ് ശരിയാണ്. ദീനിൻ്റെ 3-2 പൂർത്തിയാക്കുന്ന ഒരു അമലാണുള്ളത്. നമ്മൾ എത്ര ആൾ നിക്കാഹിന് നിയ്യത്ത് വെച്ചിട്ടുണ്ട്? നിക്കാവും തൊലാക്കും തമാശക്ക് പറഞ്ഞാലും ശരിയാവും. അതുകൊണ്ട് ശരിയായിട്ടുണ്ട്. കൂലിട്ടുണ്ടെങ്കിൽ നിയ്യത്താണല്ലോ. നമ്മളിൽ എത്ര പേര് നിക്കാഹിന് നിയ്യത്ത് വെച്ചു? ഇനിയിപ്പോൾ എന്താ കാട്ടോ ഉസ്താദേ? ഇപ്പോൾ വെച്ചോളി നിയ്യത്ത്. ഏതും നഷ്ടപ്പെട്ടാലും ഏതും വീണ്ടെടുക്കാം. നീയത്ത് നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനേ. ഇപ്പോൾ വെക്കുക നീയത്ത്. എന്താ നീയത്ത്? 120 വരി ഇങ്ങനെ സ്വർഗത്തേക്ക് വരി ഇങ്ങനെ നിൽക്കും. മാഷറയിൽ 120 വരി ഇങ്ങനെ നിൽക്കും. അതിൽ 80 വരിയും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി. അല്ലാഹുവേ, നാളെ മഹ്ശറയിൽ 120 വരികൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ 80 വരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകും. ആ വരിയിൽ നിർത്താൻ എനിക്ക് നീ കുട്ടികളെ തരണേ, അതിനാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കുട്ടി സ്വാലിഹാവാൻ വേറെ ദ്വാരക്കേണ്ടി വരില്ല. ആ കുട്ടി സ്വാലിഹാവാൻ വേറെ ദ്വാരക്കേണ്ടി വരില്ല. ലക്ഷ്യം എന്താണ്? കൊടുക്കുന്നവന്റെ ലക്ഷ്യവും വാങ്ങുന്നവന്റെ ലക്ഷ്യവും ഒന്നായിരിക്കണം. കൊടുക്കുന്നവന്റെ ലക്ഷ്യവും വാങ്ങുന്നവന്റെ ലക്ഷ്യവും ഒന്നായിരിക്കണം. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ശരിയാകുക. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ കുടുംബജീവിതം പഠിക്കണം. നബി തങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഉമ്മാത്തുൽ മുഅ്മിനീനുമായി ഇടപഴകിയത് എങ്ങനെയാണ്, സംസാരിച്ചത് എങ്ങനെയാണ്, പെരുമാറിയത് എങ്ങനെയാണ്? ആയിഷ, ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ ചോദിച്ചു. സുർക്ക നല്ല കൂട്ടാനാണെന്ന് ഹദീസിലുണ്ട് പറഞ്ഞു. നിയമൽ ഉദുമു അൽ ഖല്ലു. അപ്പോൾ ഒരാൾ എന്നും സുർക്ക കൂട്ടണുണ്ടപ്പോൾ ചോദിച്ചു, അത് ഹദീസ് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. സംഗതി ഹദീസിലുള്ളതാണ്, പക്ഷെ എങ്ങനെയുള്ളതെന്ന് അറിയങ്ങൾ. നബിതങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആയിഷാബിനോട് ചോദിച്ചു, ആയിഷ ഇവിടെ കഴിക്കാൻ വല്ലതുണ്ടോ ചോദിച്ചു. നബിയെ, ഇവിടെ ഉണങ്ങിയ റൊട്ടി ഉള്ളൂ പറഞ്ഞു. അതിക്കെന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. സുർക്കല്ലാതെ വേറെ ഒന്നുമില്ല പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്ത്? നിയമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മളെന്നും സുർക്ക കുടിക്കാനൊന്നും പാടില്ല, ഒരുപാട് എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് കല്ല്, പെണ്ണുങ്ങൾക്ക് വെള്ളപോക്ക്, വയറ് കാഴ്ച. എന്നിട്ട് പിന്നെ ഹദീസിൽ വന്നതല്ലാണ്ട് ഹദീസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതെല്ലാവരോടും ഒരു കാര്യം അതിൽ കിട്ടും, സുർക്ക സ്റ്റോക്ക് വേണമെന്ന് കിട്ടും. സുർക്ക എപ്പോഴും പെരയിൽ സ്റ്റോക്ക് വേണം എന്നതിന് കിട്ടും. സ്ഥിരമായി സുർക്ക കുടിക്കണം എന്നൊന്നും അതിന് കിട്ടൂല. വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. കാരണം അതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇവിടെ ഒന്നുമില്ല, സുർക്ക തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്നാ ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുർക്ക നല്ല കൂട്ടാനാണ്. പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മളൊക്കെ വൈകുന്നേരം അങ്ങാടി പോവല്ലോ. എല്ലാവരും അങ്ങാടി പോയിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ പെരേക്ക് വന്നിട്ട് ആ VIP ചെയറിൽ ഇങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് അടുക്കളയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തും, എടി കട്ടൻ ചായ കൊണ്ടുറെടി. അപ്പോൾ നമ്മളെ ഭാര്യ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി ഉടനെ വരണം. നമ്മൾ പെരേത്തെ നിയമമാണ്, അലിഖിത നിയമം. ആ കട്ടൻ ചായക്ക് 3 ഷർത്തുണ്ട്. ഒന്നാമത്തെ ഷർത്ത്, ഇവൻ്റെ മനസ്സിലുള്ള അത്ര പൊടി അതിലിട്ടിട്ടുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇവൻ്റെ മനസ്സിലുള്ള അത്ര മധുര അതിനുണ്ടാകാൻ പാടുള്ളൂ.
3 ഇവൻ്റെ മനസ്സിലുള്ള അത്ര ചൂട് അതിനുണ്ടാകാൻ പാടുള്ളൂ. 3 ഒരു ഷർത്ത് വ്യത്യാസപ്പെട്ടാൽ അന്ന് ആ പെരയിൽ ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും ഒപ്പയിക്കാരം. പണ്ട് ബദർ വേറെയും പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഉഹുദുമാണ് നടന്നത്. ഈ പെരയിൽ ബദർ ഉഹുദും ഒപ്പം നടന്നു. ഇതാണ് നമ്മൾ വരേത്ത കാര്യമാണ് പറഞ്ഞത്, നാട്ടുകാർ വരേത്ത കാര്യമല്ല. ഇന്ത്യ ഇങ്ങളെയും പെരേത്ത കാര്യമാണ് ഇപ്പം ഞാനീ പറഞ്ഞതേ. നമ്മളമാതിരി അങ്ങാടി പോയിന്ന ആൾ തന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടി പോയിട്ട് വന്നാൽ ആയിഷ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യവും എടി കൊണ്ടടി എന്നുള്ള ചോദ്യവും തമ്മിൽ രാവും പകലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വാക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയണം. ഇങ്ങനെയാണ് ഓരോ സമീപനങ്ങളും, എല്ലാ സമീപനങ്ങളും അങ്ങനെയാണ്. നമ്മൾ നബിതങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. ഇൽഫത്ത് എന്ന ബന്ധമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടാവാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉമ്മാൻ്റെയും കുട്ടിയുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായെന്ന് അറിയാം നിങ്ങൾ? അതേമാതിരി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാക്കാം. എങ്ങനെ ഉമ്മാൻ്റെയും കുട്ടിയുടെ ഇടയിൽ ഉണ്ടായത്? ഉമ്മാൻ്റെയും കുട്ടിൻ്റെ ഇടയിൽ ഇൽഫത്ത് എന്നുള്ള ബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ദൂരെയുള്ള മകന് വേണ്ട നമുക്ക് ഇത് കിട്ടുമല്ലോ, കുട്ടീനെ തൊട്ടിൽ ഉറക്കി കിടത്തിങ്ങാണ്ട് ഉമ്മ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയി. ഒരു അമ്മായിൻ്റെ പെരേക്ക് 2 കിലോമീറ്റർ അപ്പുറം, 2 കിലോമീറ്റർ അപ്പുറമുള്ള അമ്മായിയുടെ പെരയിൽ പോയി. തൊട്ടിൽ കിടന്ന് കുട്ടി ഉണർന്നാലും ഉമ്മക്കറിയാം. എങ്ങനെ അറിയും? മുലയിലേക്ക് പാലിറങ്ങും. ഒരു കുട്ടി മുല കുടിക്കാൻ വേണ്ടി ഉണർന്നാൽ ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിരിക്കും. മുല കുടിക്കാൻ ഒരു കുട്ടി ഉണർന്ന് കരയുന്നു, ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല. എന്നാൽ കുട്ടി ഉണരുന്നതും കുട്ടി കരഞ്ഞതും മുല കുടിക്കാനല്ല എന്ന് മനസ്സിലാക്കാം. മുല കുടിക്കാനല്ല, പിന്നെന്തിനായിരിക്കും? ഈ ലോകത്ത് തൗഹീദിന് വേണ്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് കുട്ടിയാണെന്ന് ഗസാലി ഇമാം പറഞ്ഞതാണ്. തൗഹീദിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ വന്ന് ആദ്യമായി കരഞ്ഞത് തൗഹീദിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ വേണ്ടിയിട്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് തൗഹീദിന്റെ വാചകം കേൾക്കാനാണ്. ഓടി വന്ന ഉമ്മ നമുക്ക് തൗഹീദിന്റെ വാചകം പാടിത്തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിത്തന്നപ്പോൾ എത്രയോ തവണ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെയും കുട്ടിയുടെയും ഇടയിൽ അല്ലാഹു ബന്ധമുണ്ടാക്കിയത് തൗഹീദിന്റെ വാചകം ഇങ്ങനെ ചൊല്ലിത്തന്നുകൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയാൻ വേണ്ടി വന്നു. മരിക്കുമ്പോൾ പറയാനുള്ള വാക്കാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞത് മരണരംഗാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വാക്ക്, ആ വാക്കിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ പോലും കരയുന്നത് എന്നാണ്. അപ്പം നമ്മളെ ഇടയിലേക്ക് ഒരു ചെറിയ കുട്ടി വന്ന് പെട്ടാൽ കുട്ടി കരയല്ലോ. ഒരു ചെറിയ കുട്ടി ഒന്നിങ്ങനെ നോക്കും, പരിചയമുള്ള ആരുമില്ലെങ്കിൽ കുട്ടിയാണ് കരയും. അപ്പോൾ ബാക്കിൽ നിന്ന് കുട്ടിയുടെ വാപ്പ വന്നിട്ട് കൈമ പിടിച്ചാൽ കരച്ചു നിർത്തും. വാപ്പാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി കരയാണെങ്കിലോ, വാപ്പ എടുത്തപ്പോൾ ഒരു കുട്ടി കരയാണ്. അപ്പം ഉമ്മ വന്നിട്ട് കുട്ടീനെ വാങ്ങിയാൽ കരച്ചു നിർത്തും. കാരണം വാപ്പയേക്കാൾ പരിചയവും ബന്ധവും ഉമ്മാനോടാണ്. ഇനി ഉമ്മാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി കരയാണെങ്കിലോ, ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വരണം, അപ്പോഴാണ് നിർത്തുക. ഏതാ ഉമ്മാനേക്കാൾ പരിചയമുള്ള ആൾ? അതാണ് തൗഹീദിൻ്റെ വാക്ക്. താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ്. താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടും. നമ്മൾ അന്ന് ദുനിയാവിൽ ജനിച്ചു വന്ന് ആദ്യമായി കരഞ്ഞത് ഇത് കേൾക്കാനായിരുന്നു. ദുനിയാവിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ഈ വാക്ക് കേൾക്കാനാണ്. അങ്ങനെ നമ്മൾ അന്നത് കേട്ടു, നമ്മൾ ഒരുപാട് തവണ അത് കേട്ടു ഉറങ്ങി.